സിജോ ഭയങ്കര വലിയ നിലയിലെത്തി. അത് കേൾക്കുമ്പോൾ എൻ്റെ അമ്മയുടെ കണ്ണ് വീണ്ടും നിറയാറുണ്ട്. പക്ഷെ അത് അന്ന് നിറഞ്ഞൊരു കരച്ചിലല്ല, സന്തോഷത്തിന് കണ്ണീരാണ്. ഞങ്ങളുടെ വീട് ജപ്തിയാകാൻ പോവാം. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നമുക്ക് വിഷം കഴിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടെ മരിക്കാം. കാരണം നാട്ടിൽ ഭയങ്കര നാണക്കേടുള്ള കാര്യമല്ല. എന്തായാലും സമയത്താണ് വാജ്പേയി നമ്മുടെ കാർഷിക കടവ് എഴുതി. ആ കടത്തിൽ ഞങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭാഗം ജപ്തിയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുന്നു. വീട്ടിൽ എന്തോ ഒരു പൊതിഞ്ഞു കൊണ്ടുവന്ന ഒരു പേപ്പറിൽ കുറഞ്ഞ ചെലവിൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാം. എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാം എന്ന് എഴുതിയിരിക്കുന്നത് സത്യമായിട്ട് എന്താണെന്ന് യാതൊരുവിധ ഐഡിയ ഇല്ലാത്തൊരു സാധനം. ഈ മേലെ എഴുതിയിരിക്കുന്ന കുറഞ്ഞ ചെലവിൽ പഠിക്കുക എന്നുള്ള ഒരു ഒറ്റ സാധനത്തിനെ കണ്ടിട്ട് ഞാൻ ഇതുകൊണ്ട് എൻ്റെ അമ്മയുടെ അടുത്ത് പണികൾ, ഈ സെക്യൂരിറ്റി പണിയുണ്ട്, സ്കൈലൈൻ്റെ കൊച്ചിയിലൊക്കെ ഫ്ലാറ്റുകൾക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി ഞങ്ങൾ വരും. അങ്ങനെ ആ പെയിന്റിങ് പണിയൊക്കെ എടുത്ത് അത്യാവശ്യം പൈസ ഉണ്ട്. അങ്ങനെ സെക്കൻഡ് ഇയർ തീർന്നു. US ഒരു ഏറ്റവും പ്രീമിയം ഒരു ഇതിലേക്ക് ഒരു ഇന്റർവ്യൂ നടക്കുന്നത്. അങ്ങനെ ഞാനും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഇംഗ്ലീഷിന്റെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് 25 ബെസ്റ്റ് ഷെഫുമാർക്കുള്ള ഇതിൽ സെലക്ട് ആയ ഒരു ഇംഗ്ലീഷ് മാഗസിന്റെ സെൻട്രൽ പേജിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എൻ്റെ ഒരു പിക്ചറും ഞാൻ ചെയ്തൊരു ഡിഷിൻ്റെ പിക്ചറും ഉണ്ട്. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് പുള്ളിയുടെ കയ്യിലോട്ട് വെച്ച് കൊടുത്തു. ആ സെലക്ട് ചെയ്തതിൽ 6 പേരിൽ ഒരാളായിട്ട് ഞാൻ അങ്ങോട്ട് സെലക്ട് ആയി.